സോ ബോയ്സ്, ഞാനിന്ന് പ്രകമ്പനം എന്ന് പറയുന്ന മൂവി കണ്ടിരുന്നു. സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ തന്നെ ഞാൻ പോയ തിയേറ്ററിൽ അധികം ആളൊന്നും ഇല്ലായിരുന്നു. മൂവി തുടങ്ങുമ്പോൾ തന്നെ ഒരു പാട്ട് വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ആ പാട്ടിൻ്റെ ലിറിക്സ് ആയിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്ത. അവരെന്തോന്നാണ് പാടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റാപ്പാണോ എന്തോന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഇടയ്ക്ക് കുഴിമന്തി കഴിക്കാന്നൊക്കെ ഞാൻ കേട്ട്. പിന്നീട് ഇതിൻ്റെ ട്രെയിലറിലൊക്കെ കാണിച്ച കണക്ക് തന്നെ ഇതൊരു ഹോസ്റ്റലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോകണം. അവിടെ കോളേജ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ കാണിച്ച് സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ സിനിമ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പൊക്കെ ഈ സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് ഹൊറർ കോമഡിയാണ്. ഹൊറർ കോമഡിയിൽ ഓണസ്റ്റ്ലി മലയാളത്തിൽ നേരത്തെ നല്ല ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ആ മൂവീസാണ്. അപ്പോൾ ആ മൂവീസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സിനിമ ഒന്നുമല്ല. ബട്ട് ഇതിലുള്ള ജോക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. സിനിമ ആയാലും നമുക്കങ്ങനെ ഭയങ്കര ബോറെന്ന് പറയാൻ പറ്റാത്തൊരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഈ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് ഒരു ട്രെയിലറിലും ടീസറിലും ഒന്നും വലിയ ഐഡിയ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വൺ ലൈൻ പറയുന്നില്ല. എനിവേ മൂവിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെയാണ്. പക്ഷേ സിനിമയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ആക്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഈ സ്റ്റോറി വെച്ച് അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഡയറക്ടർ ചെയ്ത നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സിനിമകൾ പോലെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാൻ വരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് പറഞ്ഞില്ല. എന്തായാലും ഇത് ഇതിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊട്ടും സഹിക്കാൻ പറ്റാത്ത ഇതിൻ്റെ പാട്ടാണ്. ഫസ്റ്റ് കേട്ട പാട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നീടുള്ള പാട്ടുകളും വലിയ രസമുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഹിറ്റ് ആൻഡ് മിസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നന്നായിരുന്നു. എന്നാൽ ചിലയിടത്തൊരു ഫൈറ്റ് വരുമ്പോഴത്തേക്കും ഒരു പാട്ട് വരുന്നുണ്ട്, ഒരു ബീറ്റൊക്കെ ഉള്ളൊരു പാട്ട് വരുന്നുണ്ട്. അത് എനിക്ക് അവിടെ മിസ് മാച്ച് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് കുറച്ചിങ്ങനെ നല്ലതായിട്ട് തോന്നിയ പ്രൊഡക്ഷൻ ഡിസൈനാണ്. ഇവരുള്ള ഒരു ഹോസ്റ്റൽ റൂമുണ്ട്, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വേറൊരു സ്ഥലത്തൊരു സെറ്റുണ്ട്, അത് ലിയോയുടെ ക്ലൈമാക്സ് സെറ്റുകളൊക്കെ ഇരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ മൂവി ഒരു ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ആവറേജ് എന്ന് പോലും എനിക്ക് തോന്നിയില്ല, ബിലോ ആവറേജ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് മൊമെന്റ്സ്, ബട്ട് ഫുള്ളി തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല ഈ മൂവി.